ഒരു അടിപൊളി കുക്കർ ചിക്കൻ കറിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇട്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കുക. അത് അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി അരയ്ക്കാതെ ചെറിയുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് കൂടി അതിലോട്ട് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ നീരൊക്കെ ഒന്ന് ആ ഉള്ളിയിലോട്ടൊക്കെ പിടിച്ചൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കാനുണ്ട്. അതിൽ നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു പൊടിയാണ്. നമ്മുടെ ഈ ഒരു മസാല നല്ല രീതിയിലൊന്ന് ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ പൊടി മസാല അതിലോട്ട് നന്നായി ഒന്ന് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു കറി പരുവത്തിൽ, ചെറിയൊരു വെള്ളം ഇല്ലാത്ത രീതിയിൽ ഒരു കറി പരുവത്തിലാക്കിയെടുക്കുക. ആ മസാല എല്ലാം ഉള്ളിയിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ അതും നമ്മുടെ ഒരു മസാലയാണ്. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ സ്പൈസസും തൈരും എല്ലാം ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് നമ്മൾ ഈ ഒരു മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടവർക്ക് ഇതിലോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുത്ത് കുക്കർ അടിക്കുമ്പോൾ നമ്മളത് എടുക്കുന്നു. അതിലോട്ട് നമ്മുടെ ടേസ്റ്റിനനുസരണം നമ്മുടെ മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി കൊടുക്കുക. അത് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കോമ്പിനേഷനാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ.